السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സും കൂടി മെഹന്തിയെപ്പറ്റി ആണ്. കാരണം ഇങ്ങനെ 2-3 ക്ലാസ് എടുക്കുന്നത് അതിന് ഓരോ വിഷയത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ മാസങ്ങളും അതിലധികവും ദൈനംദിനം പറയാനുണ്ട്. വളരെ ചുരുക്കിയിട്ടാണ് ഈ 3 ക്ലാസ്സിൽ ഒതുക്കുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റിയുള്ള ഹദീസ്, മാ ശക്കാ ഇലൈഹി അഹദും വജഅം ഫീ റഅസിഹി ഇല്ലാ ഖാല ഇഹ്തജിം വലാ ശക്കാ ഇലൈഹി വജഅം ഫീ റിജ്ലൈഹി ഇല്ലാ ഖാല ഇഖ്തദിബ്ഹുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഒരാൾ അവരുടെ തലയിൽ വേദനയുണ്ട് എന്ന് പറയുന്ന പക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, ഹിജാം ചെയ്യിപ്പിക്കണമെന്ന്. അല്ല എങ്കിൽ അവരുടെ രണ്ട് കാലിൽ വേദനയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ മൈലാഞ്ചി മെഹന്തി തേച്ച് പിടിപ്പിക്കണം എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ മൈലാഞ്ചിയെപ്പറ്റി ഉണ്ട്. ഇവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ്, സയ്യിദു റൈഹാനി അഹ്ലിൽ ജന്നത്തി അൽ ഹിന്ന, അതായത് സ്വർഗാവകാശികളുടെ റൈഹാനിൻ്റെ, ബാസിലിൻ്റെ, തുളസിയുടെ നേതാവ് ഹിന്ന ആണ്, മെഹന്തി ആണ് എന്നാണ് ഹദീസ്. ഇതിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇന്ന് ഇതിനെപ്പറ്റി ഒരുപാട് ഗവേഷണങ്ങൾ പല പ്രശസ്ത ഗവേഷകരും ശാസ്ത്രജ്ഞരും നടത്തിയിട്ടുണ്ട്. ഡോക്ടർ നിസാർ മുഹമ്മദ് ദക്കർ, അദ്ദേഹം വലിയ ഗവേഷകനാണ്. അദ്ദേഹം ഒരു വലിയ ഗ്രന്ഥം തന്നെ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെ പലരും പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്, പല ആർട്ടിക്കിൾസുകളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിൻ്റെ വിശദ വിവരമാണ് നാം അതിൽ അധികവും കാണുന്നത്. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ഈ തുളസി എന്നുള്ളത്, റൈഹാൻ എന്നുള്ളത്, അതിനൊരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. അതിൻ്റെയും നേതാവാണ് ഹിന്ന. അപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഈ മെഹന്തിക്കുണ്ട് എന്നർത്ഥം. അവിടെയും പറഞ്ഞത് ഇവിടുത്തെ തുളസിയും അല്ല, സ്വർഗത്തിൻ്റെ തുളസിയാണ്. അപ്പോഴേക്ക് പിന്നെ പറയണ്ട എന്തായിരിക്കുമെന്ന്. അതിൻ്റെയും നേതാവാണ് ഈ മെഹന്തി. ഇപ്പോൾ ഗവേഷകർ, പഴയകാലത്തുള്ള ഗവേഷകർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇബ്നു സീനയെപ്പോലെ ലോകത്തിൽ അറിയപ്പെടുന്ന വലിയ ശാസ്ത്രജ്ഞൻ, പഴയകാലത്തുള്ള ദാവൂദുൽ അന്താക്കിയെ പോലെയുള്ള ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഗവേഷകർ, ശാസ്ത്രജ്ഞർ, അവർ ഇതിനെപ്പറ്റി ധാരാളം ഇതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥം സാദുൽ മആദിലും ഇതിൻ്റെ ബെനിഫിറ്റ്സുകളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലക്കാരനായ ഡോക്ടർ, ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ അദ്ദക്തൂർ നസീമി, അദ്ദേഹവും ഇതിൻ്റെ ഫായിദകളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരുപാട് അറിയപ്പെടുന്ന ഗവേഷകരുടെ പേരുകൾ ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്നു. അതല്ലാത്ത ഒരുപാട് ഗവേഷകരും അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെപ്പറ്റി. കാനഡയുടെ മോൺട്രിയാൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു വലിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാർക്കോസ്, അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഇതിൻ്റെ മെഡിക്കൽ ഫലങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു ജർമ്മൻ്റെ
ഒരു പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ ഹെൻസെറിൻ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ലഭിച്ച കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ബെനിഫിറ്റ്സുകൾ. ബ്രസീലിൻ്റെ ഒരു ശാസ്ത്രജ്ഞൻ ഡോക്ടർ ബേഗസ്, അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ഈ മൈലാഞ്ചിയിൽ ഉള്ള മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ പ്രസിദ്ധമായ മെഡിക്കൽ സെൻ്ററിൻ്റെ ശാസ്ത്രജ്ഞൻ ബ്രാങ്കേസിയോ, അദ്ദേഹവും ഇതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അറിയപ്പെടുന്ന ഒരു ഗവേഷകൻ ഡോക്ടർ കമാലുദ്ദീൻ അൽ ബത്താനൂനി, അദ്ദേഹവും അതേപോലെ തന്നെ ഡോക്ടർ റിയാസ് അഹമ്മദ്, അദ്ദേഹവും ഇതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ അഷ്ഹാത്ത് നസർ അബു സെയ്ദ്, അദ്ദേഹം ഇതിൻ്റെ ബെനിഫിറ്റ്സുകളെ പറ്റി പറഞ്ഞ് എന്നിട്ട് ഇത് എത്രമാത്രം ക്യാൻസറിൻ്റെ രോഗങ്ങളെ തടയുന്നു എന്നും അദ്ദേഹം വളരെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റനേകം ശാസ്ത്രജ്ഞരും ഇതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞു, അത് സ്വർഗാവകാശികളുടെ തുളസിയുടെ നേതാവാണ് മെഹന്തി എന്നത്, സയ്യിദ് റൈഹാൻ അഹ്ലിൽ ജന്നത്തി അൽ ഹിന്ന എന്ന് പറഞ്ഞു. ഇപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ശാസ്ത്രജ്ഞന്മാരും അതിലുള്ള അനേകം മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റി പറയുന്നത്. കാരണം ഈ മൈലാഞ്ചി ഒരുപാട് മൈക്രോബ്സുകൾ, ഇവിടെ രോഗങ്ങൾ ഉണ്ടാക്കുന്ന മൈക്രോബ്സുകളും അതുപോലെ തന്നെ ഇൻഫെക്ഷനുകളെയും ഫംഗസുകളെയും ബാക്ടീരിയകളെയും അത് തടയുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ക്യാൻസറിനെ വരെ അത് തടയുന്നു എന്ന് പഠനം തെളിയിച്ചിരിക്കുന്നു. ഇങ്ങനെ നാം നോക്കുകയാണെങ്കിൽ ഇതിന് അത്രമാത്രം മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. പക്ഷേ അതിനെ ഉപയോഗിക്കേണ്ട രീതികൾ അത് തെറ്റിപ്പോയി എന്നേ ഉള്ളൂ. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും അതിൻ്റെ ശേഷം വന്ന ഇമാമിങ്ങളൊക്കെ ഉപയോഗിച്ചത് വളരെ നാച്ചുറലായ അസ്ലിയായ മൈലാഞ്ചി ആയിരുന്നു. മരത്തിൻ്റെ ഇലകളെ പൊടിച്ചോ പേസ്റ്റ് ചെയ്തോ ആയിരുന്നു അവർ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഈ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സുകളും ഉണ്ട്. എന്നല്ലാതെ ഇന്ന് ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ ഒരുപാട് നമ്മുടെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ആ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിൻ്റെ മൈലാഞ്ചികൾ, അതിലൊരുപാട് കെമിക്കൽ ചേർത്തത് കൊണ്ട് അത് മുഖേന ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അസലി തന്നെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ച് നാം അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കല്യാണം ആണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് കൂടുതലായി അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും കെമിക്കൽ ചേർത്തത് ആവുകയാണെങ്കിൽ അത്രമാത്രം അതിൻ്റെ അനന്തര ഫലങ്ങൾ, അതായത് രോഗങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ ഇന്ന് ഷോപ്പിൽ നിന്നും മറ്റും കിട്ടുന്ന കോസ്മെറ്റിക് ഐറ്റംസുകൾ, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും വളരെയധികം പ്രിയങ്കരമായ ഈ കോസ്മെറ്റിക് ഐറ്റംസുകൾ, അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അവരവരുടെ ഭാവിയെപ്പറ്റി, അവരവരുടെ ജീവിതത്തെപ്പറ്റി, അവരവരുടെ വളരെ അതിമനോഹരമായ ആ ചർമ്മങ്ങളെപ്പറ്റി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരം കോസ്മെറ്റിക് ഐറ്റംസുകളിൽ ഒരുപാട് രോഗങ്ങൾ വരുന്നു. ആ രോഗങ്ങൾ മൂർജിക്കുന്നു. അത് ചിലപ്പോൾ ക്യാൻസറും ആകാം, നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ക്യാൻസർ വന്ന ചരിത്രങ്ങൾ ഉണ്ട്, ഈ കോസ്മെറ്റിക് ഐറ്റംസിൽ വന്ന ചരിത്രങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കോസ്മെറ്റിക് ഐറ്റംസുകൾ അങ്ങനെയെന്ന് ഒരിക്കലും അല്ല പറയുന്നത്, പലതിലും ഉണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്.
അതേപോലെ തന്നെ അത് ചിലപ്പോൾ ക്രോണിക് ആകാം, വളരെ പഴകിയ രോഗമായി മാറാം, വിട്ടുമാറാത്ത എന്ത് മരുന്നെടുത്താലും. അല്ല എങ്കിൽ അത് മാരകവും ആകാം, പറയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ നന്മക്കാണ് ഞാൻ പറയുന്നത് എന്നല്ലാതെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടാകുന്ന നിലക്ക് എന്തെങ്കിലും കച്ചവടത്തിനോ ബുദ്ധിമുട്ടാകുന്ന നിലയ്ക്ക് ഞാൻ പറയുന്നതല്ല. എല്ലാവരും കച്ചവടം ചെയ്യണം, നന്നാകണം. പക്ഷേ രോഗങ്ങൾ വരുന്നതിനെ തൊട്ട് തടയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമ്മോട് പറഞ്ഞിരിക്കുന്നത്. രോഗങ്ങളെ അതിനെ തടയണം, രോഗങ്ങളിൽ നിന്ന് മുക്തരാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലും ഉണ്ട്. ഈ മെഡിസിൻ ആരോഗ്യങ്ങളെപ്പറ്റി 400ഓളം ഹദീസുകൾ ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഓരോ ഹദീസുകളിലും അനേകം രോഗങ്ങളെയും അനേകം മരുന്നുകളെപ്പറ്റിയും ചൂണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ നാം നന്നായി പഠിക്കണം. എന്നിട്ട് നമ്മുടെ ആരോഗ്യം എന്തുകൊണ്ടും സംരക്ഷിക്കാൻ വേണ്ടി നാം കരുതിയിരിക്കണം. ആരോഗ്യം സംരക്ഷിക്കണം, ഇവിടെ സുഖകരമായി ജീവിക്കണം. എന്നിട്ട് നമുക്കിവിടെ ചെയ്യേണ്ടതൊക്കെ ഇബാദത്ത് ചെയ്യണം, ഇവിടെ ചെയ്യേണ്ടതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. അവിടെയും പരലോകത്തും നമുക്ക് വളരെ ശാന്തരായി സുഖകരമായി ജീവിക്കാൻ പറ്റണം. അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ ഭൂലോകത്തിൽ തന്നെ അല്ലാഹു തആല എല്ലായിടത്തും ശാന്തി സമാധാനം കൊണ്ട് ഈ ഭൂലോകത്തെ അല്ലാഹു നിറക്കട്ടെ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.